വിവാദങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമിടയിൽ ആലപ്പുഴ CPM-ൽ മഞ്ഞുരുക്കം. ജി സുധാകരന്റെ അതിരുവിട്ട പരാമർശങ്ങൾക്ക് പിന്നാലെ അനുനയ നീക്കവുമായി നേതാക്കൾ വീട്ടിലെത്തി പാർട്ടി പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചു. ജി സുധാകരനെതിരായ പരാമർശങ്ങൾ ഒഴിവാക്കാൻ നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകി. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജി സുധാകരൻ അറിയിച്ചു. ജി സുധാകരനും CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വവുമായുള്ള തർക്കങ്ങൾ രാഷ്ട്രീയ കേരളത്തിന് പുതുമയല്ല. പക്ഷേ ഇത്ര ക്ഷുഭിതനായി പാർട്ടി നേതാക്കളെ പേരെടുത്ത് കടന്നാക്രമിച്ചത് ഇതാദ്യം. പിന്നാലെ സുധാകരനെതിരെയും ഉയർന്നു പാർട്ടി സഖാക്കളുടെ പ്രത്യാക്രമണം. സലാം MLA-യും ജില്ലാ സെക്രട്ടറി നാസറും പരസ്യമായി തള്ളിപ്പറഞ്ഞു. സുധാകരൻ സാഹിബിനെ കൊണ്ട് സഖാവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന പൊളിറ്റിക്കൽ ക്യാമ്പയിനെ ദുർബലപ്പെടുത്തില്ലേ? അങ്ങനെ ഒരു പാർട്ടി മെമ്പർ പ്രതികരിക്കാവോ? ഇതാ ഞാൻ ചോദിച്ചത്. അത് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് പരസ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ ബാധ്യസ്ഥനായ സെക്രട്ടറിയാണ്. തർക്കങ്ങളിൽ പാർട്ടിക്ക് കൈകൊള്ളുമെന്നായി ഒടുവിൽ മഞ്ഞുരുക്കം. അനുനയത്തിന്റെ പാത വെട്ടി ജില്ലയിലെ CPIM. കേന്ദ്ര കമ്മിറ്റി അംഗം S. സുജാതയും ജില്ലാ സെക്രട്ടറി നാസറും ജി സുധാകരന്റെ വീട്ടിൽ. ഞായറാഴ്ച നടക്കുന്ന VS അച്യുതാനന്ദൻ കേരള പുരസ്കാരദാന ചടങ്ങിലേക്ക് ഔദ്യോഗിക ക്ഷണം. പാർട്ടി ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അടക്കം പങ്കെടുക്കുന്ന പരിപാടി. ഏറെ നാളുകൾക്ക് ശേഷമാണ് ജി സുധാകരൻ പാർട്ടി വേദിയിലേക്ക്. വീട്ടിലെത്തിയ നേതാക്കൾ സൈബർ അധിക്ഷേപ പരാതിയിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചെന്ന് അറിയിച്ചു. നടപടിയിൽ തൃപ്തനല്ലെന്ന ജി സുധാകരൻ. എല്ലാം പരിഹരിക്കാമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ മറുപടി. വെള്ളാപ്പള്ളി നടേശനും ജി സുധാകരനെ വാനോളം പുകഴ്ത്തി. ഏതായാലും സുധാകരൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി സംക്ഷിപ്തമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ്. ഇന്നും കുറേ അധികം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ട്. പൊട്ടിത്തെറിക്ക് ശേഷമുള്ള അനുനയത്തിന്റെ ഭാവി എന്താകുമെന്നാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷ. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.